കേരള അസോസിയേഷൻ ഓഫ് സർജൻസ് അല്ലെങ്കിൽ അസോസിയേഷൻ ഓഫ് സർജൻസ് ഓഫ് ഇന്ത്യയുടെ കേരള ചാപ്റ്ററിൻ്റെ 49th സമ്മേളനം, സംസ്ഥാന സമ്മേളനം നായനാർ അക്കാഡമി ഹാളിൽ വെച്ച് 15, 16, 17 തീയതികളിൽ വെച്ച് നടക്കാൻ പോവുകയാണ്. ഈ സമ്മേളനം രാവിലെ 8:30 മണിക്ക് തുടങ്ങി 3 ദിവസത്തേക്ക് വിവിധ പ്രബന്ധങ്ങൾ പല വിദഗ്ധരും അവതരിപ്പിക്കുന്നതാണ്. ഈ സമ്മേളനത്തിൻ്റെ ഒരു പ്രത്യേകത, തീർത്തും പേപ്പർലെസ് ആയും പ്രകൃതി സൗഹൃദമായും നടത്തുന്ന ഈ സമ്മേളനത്തിൽ വിവിധ വിഷയങ്ങൾ, ബേസിക് തൊട്ട് മറ്റുള്ള അഡ്വാൻസ്ഡ് റോബോട്ടിക്സ് വരെയുള്ള പല വിഷയങ്ങളെക്കുറിച്ചും വിദഗ്ധർ ക്ലാസ്സുകൾ എടുക്കുന്നതാണ്. അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് നടക്കുന്നതാണ്. ഇതുകൂടാതെ യങ് ടാലൻസിനെ കണ്ടെത്താനുള്ള പ്രോഡിജി 26 എന്നുള്ള ഒരു പരിപാടിയും, അതോട് ഒപ്പം തന്നെ യങ് സർജൻസിൻ്റെ ഇടയിലുള്ള സർജിക്കൽ സ്കിൽ വികസിപ്പിക്കുവാനും അവരെ കൂടുതൽ മത്സര ബുദ്ധിയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി ലാപ്രോസ്കോപ്പിക് സ്യൂച്ചറിങ് കോമ്പറ്റീഷൻ, അതുപോലെ തന്നെ പേപ്പർ പ്രസൻറ്റേഷൻ, പോസ്റ്റർ പ്രസൻറ്റേഷൻ എന്നിവ വേണ്ടി നടത്തുകയാണ്. ഈ പരിപാടിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം 16-ാം തീയതി അസോസിയേഷൻ ഓഫ് സർജൻസ് ഓഫ് ഇന്ത്യ പ്രസിഡന്റ് നിർവഹിക്കുന്നതാണ്. വൈകിട്ട് 4 മണിക്കാണ് സമ്മേളനം. ആ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത കേരള സ്റ്റേറ്റ് ASI പ്രസിഡന്റ് ആയിരിക്കും. പിന്നെ ഈ വേറെ പ്രധാനമായിട്ടുള്ള 2-3 ഒറേഷൻസ് ഇവിടെ വെച്ച് നടക്കുന്നുണ്ട്. ഒന്ന് രാഘവാചാര്യ മെമ്മോറിയൽ ഒറേഷൻ, വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സർജൻസ് ഒറേഷനാണ് രാഘവാചാര്യ മെമ്മോറിയൽ ഒറേഷൻ. അത് കൂടാതെ TK ജയരാജ് മെമ്മോറിയൽ ഒറേഷൻ, അതുകൂടാതെ ഡോക്ടർ മോഹൻദാസ് മെമ്മോറിയൽ ഒറേഷൻ, 3 ഒറേഷൻ നടക്കുന്നുണ്ട്. പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഈ ഒറേഷൻ 16, 17 തീയതികളിൽ നടക്കപ്പെടുന്നതാണ്. അപ്പോൾ പ്രകൃതി സൗഹൃദമായും അതുപോലെ തന്നെ വളരെ ചുരുങ്ങിയ സമയത്തുകൊണ്ട് മാക്സിമം ഇൻഫർമേഷൻ യങ്ങർ ജനറേഷൻ അതുപോലെ തന്നെ സർജൻസിന് മുഴുവനായി പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ ഏകദേശം പൂർത്തിയായിരിക്കുകയാണ്. 15-ാം തീയതി, 16-ാം തീയതി, 17-ാം തീയതി ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുവാനും വേണ്ടി എവരെയും സ്വാഗതം ചെയ്യുകയും ചെയ്യും. നെഞ്ചിന്റെ അകത്തുള്ള തൊറാക്കോസ്കോപ്പി എന്ന് പറയും, നെഞ്ചിന്റെ അകത്തേക്ക് കീ ഹോൾ വഴിയുള്ള സർജറികളെ കുറിച്ചും ഒരു ടോപ്പിക് ഉണ്ട്. എയെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും നമ്മൾ അതിനകത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. എയെ കൊണ്ട് എങ്ങനെ നമുക്ക് സ്റ്റുഡൻസിനെ എങ്ങനെ പഠിപ്പിക്കും, ടീച്ചിങ്, എസ്പെഷ്യലി ടീച്ചിങ് ഏരിയയിലാണ് നമുക്ക് എയെ കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ട് വരിക. കാരണം നമുക്ക് സ്ലൈഡ് പ്രിപ്പറേഷൻ ആയാലും മറ്റേ 3D മോഡൽ ക്രിയേഷൻ ആയാലും, കാരണം സർജറി ആസ് സച്ച് ഒരു അനാറ്റമി, ഒരു 3D ഓറിയന്റേഷൻ ഉണ്ടെങ്കിലേ നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ 3D ഓറിയന്റേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് എ മോഡൽസ് ഉപയോഗിക്കാനും അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ മനസ്സിലാക്കി പഠിക്കാനും പറ്റുന്നതാണ്. ടീച്ചിങ് ഏരിയയിലാണ് കൂടുതൽ എയുടെ ഇൻവോൾവ്മെന്റ് വരുന്നത്. പിന്നെ നമ്മൾ റോബോട്ടിക് സർജറീസിലേക്കൊക്കെ വരുമ്പോഴും അതിനകത്തും യൂസ്ഫുൾ ആണ്, എ ഫീച്ചേഴ്സ് യൂസ്ഫുൾ ആണ്. അപ്പൊ അതിനെക്കുറിച്ച് ഒരു ക്ലാസ് ഉണ്ട്, എയെ കുറിച്ചൊരു ക്ലാസ് ഉണ്ട്. പിന്നെ ഇപ്പൊ അറിയാലോ, ഇപ്പൊ ആരോഗ്യമേഖല എല്ലാവർക്കും ഇൻഷുറൻസ് എല്ലാവരും ഇൻഷുറൻസിന്റെ കീഴ്പ്പഴിയിലാണ് വരുന്നത്. അപ്പൊ ഇൻഷുറൻസിന് നമുക്ക്, നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ഇൻഷുറൻസ് റിജക്ഷൻ വന്നു, ഡോക്ടർ എഴുതിയത് ശരിയായില്ല. അപ്പൊ ആ ഇൻഷുറൻസിന് എങ്ങനെ നമ്മൾ മീൻസ് എങ്ങനെ എഴുതി കൊടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം കാര്യങ്ങൾ, അതിനെക്കുറിച്ച് ഒരു ക്ലാസ് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. രോഗികൾക്ക് അനുകൂലമാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഇത് വെച്ചിട്ടുള്ളത്. കാരണം രോഗികൾക്ക് റിജക്ഷൻ നമുക്ക് എങ്ങനെ കുറയ്ക്കാൻ പറ്റും അതിനു വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ എഴുതുന്നതിൽ എന്തെങ്കിലും അപാകത കാരണമാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അതെങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ള യങ്ങർ ജനറേഷന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. യങ് പ്രസന്റേഴ്സ്, അതായത് ഒരു ബിലോ 40 അല്ലെങ്കിൽ റേഞ്ച് 40 റേഞ്ചിലുള്ള ഒരുപാട് സർജൻസിന്റെ പ്രസന്റേഷൻസ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അത് ഈവൻ നമ്മളൊരു ആസ്പിറന്റ് ലൈക്ക് നമ്മള് യങ് സർജൻസിന് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആണ്. യെസ്, നമുക്കും അത് ഒരു പ്രസന്റർ ആയി മാറാനുള്ള ഒരു ഇൻസ്പിറേഷൻ ആണത്. യങ് പ്രസന്റേഴ്സ് ഒരുപാട് മുന്നോട്ട് വന്നിട്ടുള്ള അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇപ്രാവശ്യം കണ്ണൂരിൽ വെച്ച് നടക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ കണ്ണൂരിന്റെ എല്ലാവിധ ട്രഡീഷണൽ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ട്രഡീഷണൽ വാക്ക് ഒക്കെ കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതും ഹെറിറ്റേജ് വാക്ക് ആയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റ്, ഇപ്പൊ തന്നെ നമുക്ക് കിട്ടിയ റെസ്പോൺസ് നമുക്ക് മനസ്സിലാകുന്നത് എവറിബഡി ഈസ് വെയിറ്റിംഗ് ടു എക്സ്പ്ലോർ കണ്ണൂർ എന്നാണ്. വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്.